സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ 42ാമത്തെ പേജിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ വോളിയംസ് ഓഫ് ദ ഷേപ്സ് ഷോൺ ബിലോ. ഓൾ ലെങ്ത് ആർ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഷേപ്പുകളുടെ വോളിയം വ്യാപ്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഈ അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഷേപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളത് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ, അതായത് ചതുരക്കട്ടയുടെ വ്യാപ്തം, അതായത് വോളിയം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു ഷേപ്പിനെ നമ്മൾ എന്താക്കി മാറ്റണം? ചതുരക്കട്ടകളാക്കി മാറ്റണം, റെക്റ്റാങ്കുലർ ബ്ലോക്കുകളാക്കി മാറ്റണം. അതിനുശേഷം ഓരോന്നിൻ്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് എല്ലാതും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് എല്ലാതും കൂടി കൂട്ടുമ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു ഷേപ്പിൻ്റെ വോളിയം നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ഇതിന് നേരെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ ഒരു ബ്ലോക്കായിട്ട് എടുക്കുകയാണ്. ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ ബ്ലോക്കായി എടുത്തിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വോളിയം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യത്തെ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കണം, വ്യാപ്തം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്ത്, വീതി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്തെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ അല്ലേ? അതായത് ഇവിടം മുതൽ ഇവിടം വരെ 8 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 12ൽ നിന്നും 8 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഉയരം തന്നിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെയും ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നീളം കിട്ടി, വീതി കിട്ടി, ഉയരം കിട്ടി. പാർട്ട് 1ൻ്റെ ലെങ്ത്ത്, നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത്, വീതി എന്ന് പറയുന്നത് 12 - 8 = 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ്, ഉയരം 2 സെൻറ്റിമീറ്റർ. വോളിയം = വ്യാപ്തം 20 × 4 × 2. 4 × 2 8 ആണ്. 8 × 20 എന്ന് പറഞ്ഞാൽ 160 ഘന സെൻറ്റിമീറ്റർ ആണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ബ്ലോക്കായിട്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ, അതേപോലെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നീളം 8 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത്, വീതി 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ്, ഉയരം 2 സെൻറ്റിമീറ്റർ, വോളിയം വ്യാപ്തം = 8 × 4 × 2. 4 × 2 8 ആണ്. 8 × 8 64 ക്യൂബിക് സെൻറ്റിമീറ്റർ, ഘന സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പാർട്ട് 3യുടെ നോക്കാം. അടുത്തെടുക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കായിട്ട് ഇതാണ് എടുക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ അളവുകൾ വെച്ചിട്ട് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. പാർട്ട് 3യുടെ ലെങ്ത്ത്, നീളം 4 സെൻറ്റിമീറ്റർ, വിഡ്ത്ത്, വീതി 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ്, ഉയരം 2 സെൻറ്റിമീറ്റർ, വോളിയം വ്യാപ്തം = 4 × 4 × 2. 4 × 2 8 ആണ്. 8 × 4 32 ഘന സെൻറ്റിമീറ്റർ, ക്യൂബിക് സെൻറ്റിമീറ്റർ. അടുത്ത് നോക്കാമല്ലോ. ഇനി നാലാമത്തെ ബ്ലോക്ക് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും? ഇവിടെ തുടങ്ങി ഇവിടം വരെ 8 സെൻറ്റിമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് വീതി അല്ലേ, ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. പാർട്ട് 4ൻ്റെ ലെങ്ത്ത്, നീളം 8 സെൻറ്റിമീറ്റർ, വിഡ്ത്ത്, വീതി 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ്, ഉയരം 2 സെൻറ്റിമീറ്റർ, വോളിയം വ്യാപ്തം = 8 × 4 × 2. 4 × 2 8 ആണ്. 8 × 8 64 ക്യൂബിക് സെൻറ്റിമീറ്റർ, ഘന സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആ ഒരു മൊത്തം ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തം = നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പാർട്ടുകളുടെയും വോളിയം വ്യാപ്തങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് 160 + 64 + 32 + 64. അപ്പോൾ നമുക്ക് ആദ്യം 64ഉം 64ഉം ആഡ് ചെയ്യാം. 64ഉം 64ഉം ആഡ് ചെയ്യുമ്പോൾ 4 + 4 8, 6 + 6 12, 128 കിട്ടും. ഇനി അടുത്തത് 160ഉം 32ഉം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് 2,
6+3 9, 1 താഴത്തേക്ക് ഇറക്കി എഴുതി. അപ്പോൾ 192 വരും. അപ്പോൾ നമുക്ക് 192 128 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8+2 10, 0 എഴുതി, 1 ഇവിടെ മുകളിൽ എഴുതി, 9+1 10, 10+2 12, 2 ഇവിടെ എഴുതി, റിമൈൻഡർ 1 എഴുതി അല്ലേ. അപ്പോൾ 1+1 2, 2+3, അപ്പോൾ 320 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് ഫിഗറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു ഫിഗറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ റെക്റ്റാങ്കുലർ ബ്ലോക്കുകളാക്കി മാറ്റണം, ചതുരക്കട്ടകളാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടെ മുതൽ ഇവിടം വരെയും ലൈൻ വരയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ബ്ലോക്ക്, ഇത് രണ്ടാമത്തെ ബ്ലോക്ക്, ഇത് മൂന്നാമത്തെ ബ്ലോക്ക്, നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് ഇവിടെ 16 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കുമല്ലോ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പുറത്തും 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. ഇവിടെ ഉയരം തന്നിട്ടുള്ളത് എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നതും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അതായത് 16 × 4 × 3. ആദ്യത്തെ ബ്ലോക്കിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ലെങ്ത്ത് നീളം 16 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് വീതി 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ. വോളിയം കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ 16 × 4 × 3. 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ നമുക്ക് ആ 12നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 × 2 12 ആണ്. 2 എഴുതി, റിമൈൻഡർ 1, ശിഷ്ടം 1. 1 × 2 2, +1 3. 1 × 6 6, 1 × 1 1. ഇപ്പോൾ ഇവിടെ 2 വരും, 6 + 3 9 വരും, ഇവിടെ 1 വരും. അപ്പോൾ 192 ആണ് ഫസ്റ്റത്തെ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ വീതി 4 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഇവിടുത്തെ നീളം 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടെ 3 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഹൈറ്റ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടെ മൊത്തം നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ആ 16 സെൻറ്റിമീറ്ററിൽ ഇവിടം തുടങ്ങി ഇവിടം വരെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. 16ൽ 6 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടം തുടങ്ങി ഇവിടം വരെയും 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയും 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 6 + 6 12 വരുന്നുണ്ട്. അപ്പോൾ 16ൽ നിന്നും 12 മൈനസ് ചെയ്യുമ്പോൾ 4 ആണ് വരുന്നത്. ആ 4 ആണ് ഇവിടുത്തെ നീളമായിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് വീതി 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4 × 4 × 3. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 × 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 × 3 18, റിമൈൻഡർ 1, ശിഷ്ടം 1. 1 × 3 3, 3 + 1 4, 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതായത് ഘന സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ബ്ലോക്കാണ്. മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. വീതി വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. 16 × 4 × 3 ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ബ്ലോക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ലെങ്ത്ത് നീളം തന്നിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് വീതി 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ ആണ്. വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 16 × 4 × 3 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ഒരേപോലെ ഉള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഈ മൂന്നാമത്തെ വോളിയം എന്ന് പറയുന്നത് 192 ആണ്. ഇനി നമുക്ക് ആ ഒരു മൊത്തം ഫിഗറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ട എല്ലാ വോളിയം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യണം. ടോട്ടൽ വോളിയം ആകെ വ്യാപ്തം = 192 + 48 + 192. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 432 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്
ഈ ഒരു ഫിഗറിൻ്റെ വോളിയമാണ്. അപ്പോൾ നമുക്കിതിനെ റെക്റ്റാങ്കുലർ ബ്ലോക്കുകളാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അതിൻ്റെ നീളം നമുക്കിവിടെ തന്നിട്ടില്ല. ഇവിടെ 6ഉം ഇവിടെ 6ഉം അങ്ങനെ തന്നേക്കുന്നത് അല്ലേ. ഇവിടുത്തെ നമുക്ക് നീളം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഈ ഒരു നീളം തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്ന സ്ഥിതിക്ക് ഈ ഒരു ഭാഗവും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 6 + 4 10, 10 + 6 16 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ വീതി കണ്ടുപിടിക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റത്തെ പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 + 6 + 4 16 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് വീതി 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ. വോളിയം വ്യാപ്തം = 16 × 4 × 3. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 192 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ 11 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് വീതി 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ. വോളിയം വ്യാപ്തം = 11 × 4 × 3. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 132 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു ഫിഗറിൻ്റെ ആകെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ നോക്കാം. ടോട്ടൽ വോളിയം ആകെ വ്യാപ്തം = 192 + 132. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 324 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.